എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാണ്ട് ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അബദ്ധവശാലെങ്ങാനും ആ ഫീച്ചേഴ്സ് ഒന്ന് ഓണായി പോയാൽ ആ ഫീച്ചേഴ്സ് ഓണാക്കിയതിനു ശേഷം വരുന്ന സ്ക്രീനിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ എളുപ്പം സാധിക്കില്ല. അപ്പോൾ ആ ഫീച്ചേഴ്സിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുന്നതിനായിട്ട് കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലത്തെ ഉള്ള ഒരു ഫീച്ചേഴ്സാണ് നമ്മുടെ ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് എന്തിനാണ് മൊബൈൽ കമ്പനിക്കാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്, ഒരു ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അബദ്ധവശാൽ പോലും ഈ ഒരു സെറ്റിങ്സിൽ ഒരു ധാരണയില്ലാണ്ട് നമ്മൾ കയറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കിടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നന്നായിട്ട് വിഷമിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോണിൻ്റെ സെറ്റിങ്സ് നമ്മൾ കൗതുകപൂർവ്വം ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സെറ്റിങ്സിലേക്ക് നമ്മൾ അബദ്ധവശാൽ പോലും ഒരു മുൻകൂട്ടിയുള്ള ഒരു ധാരണയില്ലാണ്ട് കടക്കരുത്. കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷനായി പോവും. അപ്പോൾ അത്തരം ഒരു സെറ്റിങ്സ്, അത്തരം ഒരു ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഫോണിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഫോണിലുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സെറ്റിങ്സ്, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം താഴേക്ക് വരിക. താഴേക്ക് വരുമ്പം ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ധാരാളം ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അതിൽ ആക്സസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഈ ആക്സസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതോടുകൂടി പുതിയൊരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ജനറൽ എന്നുള്ള ഓപ്ഷനാണ് ഏറ്റവും മുകളിലായിട്ട് ജനറൽ എന്നുള്ള ഓപ്ഷനും കാണാവുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വിഷൻ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഹിയറിംഗ് എന്നുള്ള ഓപ്ഷനും കാണാവുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇൻട്രാക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് വിഷൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിഷൻ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മളൊരു കൗതുകത്തിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സിലൊക്കെ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാണ്ട് കുഴയുന്ന ഒരു സാഹചര്യം വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ നമുക്ക് ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ആദ്യത്തെ ഓപ്ഷനാണ് ടോക്ക് ബാക്ക്. ഇവിടെ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിൻഡോയിൽ എന്താണെന്ന് നമുക്കൊന്ന് ആ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ടോക്ക് ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിന് താഴെയായിട്ട് ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷനും കാണാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുന്നതാണ്. അലൗ ടോക്ക് ബാക്ക് ടു ഹാവ് ഫുൾ കൺട്രോൾ ഓഫ് യുവർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നതാണ്. നമുക്കിവിടെ ഓൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫോൺ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. How to TalkBack tick on switch. Double watermark prompt tick on switch. Double
When TalkBack is on, it provides spoken feedback so you can use your device without looking at it. How to use? Swipe left or right touch between. ഈ ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കിയതോടുകൂടി ഫോണിൽ കിടക്കുന്ന നിർദ്ദേശങ്ങൾ അത് വോയിസ് ആയിട്ട് അനൗൺസ്മെൻ്റ് രൂപത്തിൽ നമ്മളെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഫോണിൻ്റെ ടച്ച് എക്സ്പീരിയൻസ് തന്നെ അടിപൊളി മാറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഫോണിൻ്റെ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് അല്ല ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും ആ ഭാഗത്തുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ അനൗൺസ്മെൻ്റായിട്ട് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. Describe images, recognize image content and read it out. ഒരു മുൻപരിചയവും ഇല്ലാത്തവരാണ് ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ ഓഫാക്കി പുറത്ത് കിടക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അതിന് പുറത്ത് കിടക്കുന്നതിനായിട്ടുള്ള വഴി കണ്ടെത്താൻ പ്രയാസമാകും. ഫോൺ കേടായിപ്പോയോ എന്ന് പോലും നമ്മൾ ചിലപ്പോൾ സംശയിച്ചു പോയി എന്ന് വരാം. കുട്ടികൾ ഫോൺ എടുത്ത് കളിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഓപ്ഷനിൽ കയറുന്നതെങ്കിൽ ഫോൺ കേടായോ എന്ന് സംശയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. No. High contrast colors off. Double tap activate. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എങ്ങനെ നമുക്ക് ഓഫാക്കിയിടാം, അതിനുശേഷം നമുക്ക് എങ്ങനെ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പുറത്തു വരാം എന്ന് നോക്കാം. ഫോണിലുള്ള ഈ ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കിയതോടുകൂടി ഓരോ ഓപ്ഷനിലും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു കോളം രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷന് ചുറ്റിനുമായിട്ട് ആദ്യത്തെ ടച്ചിൽ ഒരു കോളം രൂപപ്പെട്ട ആ ഓപ്ഷനിൽ തന്നെ നമ്മൾ വീണ്ടും ഡബിൾ ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആ ഓപ്ഷനിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വ്യത്യസ്തമായ ഒരു ടച്ചിങ് എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമേ നമ്മളൊരു ഓപ്ഷനിൽ ടച്ച് ചെയ്യുക, അപ്പോൾ അതിന് ചുറ്റും ഒരു കോളം മാർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ ഓപ്ഷനിൽ ഡബിൾ ടച്ച് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, സ്ക്രീനിന് പുറത്ത് കിടക്കണമെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്ക്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ സ്ക്രീനിന് പുറത്ത് കിടക്കാനുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. High contrast colors. Back button window never. അതുപോലെ തന്നെ നമ്മൾ ഓൺ ചെയ്തിരിക്കുന്ന ഈ ഓപ്ഷൻ ഓഫ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. Color animation off. Double tap activate. Tap to stop. Pakal button. High contrast. Tap to stop. Out of list. നമുക്കിനി ഈ ടോക്ക് ബാക്ക് ഓപ്ഷൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആക്ടിവേറ്റ് ആക്കി നമുക്ക് അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ നോക്കാവുന്നതാണ്. ഈ അനൗൺസ്മെൻറ്റ് കാരണം നമുക്കൊരു കാര്യവും പറയാനും സമ്മതിക്കുകയില്ല. Tap to pause recording button. Tap to stop. Double tap activate. ഈ ടോക്ക് ബാക്ക് ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വാട്ടർമാർക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ വന്ന് കിടക്കുന്നതാണ്. അത് നമുക്ക് ഓണും ഓഫും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഷോർട്ട് കട്ട് കീ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് ഓണാക്കി കൊടുക്കാവുന്നതാണ്. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബബിൾ ഐക്കൺ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നതാണ്. പിന്നെ നമ്മൾ സെറ്റിങ്സിൽ ചെന്ന് ടോക്ക് ബാക്ക് ഓപ്ഷൻ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് ടോക്ക് ബാക്ക് ഓപ്ഷൻ ബബിൾ ഐക്കൺ വഴി ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു ടെക്നോളജി നമ്മുടെ ഫോൺ കമ്പനിക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. കണ്ണ് കാണാൻ പ്രയാസം അനുഭവിക്കുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് മൊബൈൽ കമ്പനിക്കാർ ഇങ്ങനെയൊരു സാങ്കേതികവിദ്യ എല്ലാ മൊബൈൽ ഫോണുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജി ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഈസി ആയിട്ട് ഈ ഒരു ടെക്നോളജി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Watermark prompt ticked on switch.